അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എത്ര വർഷമാണെന്ന് ആർക്കും അറിയില്ല. ചിലർ 100 വർഷം ജീവിക്കും, ചിലർ അതിനു മുമ്പേ ഈ ലോകത്തോട് വിട പറയും. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പാണ്, മരണം എല്ലാവരെയും തേടിയെത്തും. എന്നാൽ മരണത്തേക്കാൾ ഭയക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം എങ്ങനെ നിൽക്കും എന്നതാണ്. ഇന്ന് മനുഷ്യൻ സമ്പത്ത് സമ്പാദിക്കാനും പ്രശസ്തി നേടാനും മറ്റുള്ളവരുടെ പ്രശംസ നേടാനും ഒരുപാട് സമയം ചെലവഴിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആ മഹാദിവസത്തിനായി നാം എത്രത്തോളം തയ്യാറെടുക്കുന്നുണ്ട്? ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഓരോ മുസ്ലിമും തൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പ് ഇന്നു തന്നെ തുടങ്ങേണ്ട ചില മാറ്റങ്ങൾ. ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഇന്ന് കേൾക്കുന്ന ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണമായേക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ എല്ലാവരും ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കാറുണ്ട്. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങൾ, അടുത്ത വർഷം നേടേണ്ട കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ. പക്ഷേ ഒരു ചോദ്യം, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നതിനായി നാം എന്ത് പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഒരു ദിവസം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളും നമ്മുടെ ചുറ്റും നിൽക്കും. എന്നാൽ മലക്കുൽ മൗത്ത് വന്നാൽ ആ നിമിഷം ആരാലും തടയാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസും വീടും വാഹനവും സ്ഥാനമാനങ്ങളും ഒന്നും കൂടെ വരില്ല. നമ്മോടൊപ്പം വരുന്നത് 2 കാര്യങ്ങൾ മാത്രമാണ്, നമ്മുടെ ഈമാനും നമ്മുടെ പ്രവർത്തനങ്ങളും. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ലോകജീവിതം താൽക്കാലികമാണെന്നും യഥാർത്ഥ ജീവിതം പരലോകമാണെന്നും. പലരും കരുതും, ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ മാറാം, വയസ്സായിട്ട് ഞാൻ നന്നായി നമസ്കരിക്കാം, ഹജ്ജ് കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് മടങ്ങാം. പക്ഷേ അങ്ങനെ പറയുന്നവർക്ക് ഒരു ഉറപ്പുണ്ടോ? നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് പോലും ആർക്കും ഉറപ്പില്ല. അതുകൊണ്ടാണ് നല്ല മാറ്റങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കേണ്ടത്. നാളെയല്ല, അടുത്ത മാസമല്ല, ഇപ്പോൾ തന്നെ. കാരണം അള്ളാഹു നമ്മെ വിളിക്കുന്ന സമയം നമുക്ക് അറിയില്ല. ഇനി നമുക്ക് സ്വയം ഒരു ചോദ്യം ചോദിക്കാം, അള്ളാഹു ഇന്നു തന്ന എൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചാൽ ഞാൻ അവനെ കണ്ടുമുട്ടാൻ തയ്യാറാണോ? ഈ ചോദ്യം മറ്റാരോടും ചോദിക്കേണ്ടതില്ല. ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് മാത്രം ചോദിച്ചാൽ മതി. കാരണം ഖബറിലേക്ക് നമ്മോടൊപ്പം ആരും വരില്ല. നമ്മുടെ സുഹൃത്തുക്കളുമില്ല, നമ്മുടെ കുടുംബങ്ങളുമില്ല, നമ്മുടെ സമ്പത്തുമില്ല. നമ്മോടൊപ്പം വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും, ഞാൻ വലിയ പാപങ്ങൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഒരു മുസ്ലിമിൻ്റെ ജീവിതം വലിയ പാപങ്ങൾ ഒഴിവാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഓരോ ദിവസവും അവനിലേക്ക് ഒരു ചുവടെങ്കിലും അടുത്തു വരാനാണ്. ഒരു നമസ്കാരം കൂടുതൽ ശ്രദ്ധയോടെ നിർവഹിക്കുക, ഒരു ഖുർആൻ ആയത്തെങ്കിലും അർത്ഥം മനസ്സിലാക്കി ഓതുക, ഒരു തെറ്റിന് ആത്മാർത്ഥമായി തൗബ ചെയ്യുക, ഒരു മനുഷ്യനെ സഹായിക്കുക. ഇവയെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. ഓർക്കുക, ശൈത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല, ഇനി സമയമുണ്ട്, പിന്നീട് നന്നാക്കാം എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിറക്കുന്നതുമാണ്. അതാണ് അനേകം ആളുകളുടെ ജീവിതം മാറ്റമില്ലാതെ അവസാനിക്കാൻ കാരണമാകുന്നത്. അതിനാൽ ഈ നിമിഷം മുതൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നമുക്ക് തീരുമാനിക്കാം. കാരണം അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഏറ്റവും നല്ല സമയം ഇപ്പോൾ തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും
ഒരു ദിവസം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട സമയം തീർച്ചയായും വരും. ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിനയത്തോടെ നിറയണം. അന്ന് അള്ളാഹു ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യം: ഞാൻ നിനക്ക് നൽകിയ ജീവിതം നീ എങ്ങനെ ചെലവഴിച്ചു? ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്തു മറുപടി പറയാൻ കഴിയും? അള്ളാഹു നൽകിയ ആരോഗ്യം, അള്ളാഹു നൽകിയ സമയം, അള്ളാഹു നൽകിയ സമ്പത്ത്, അള്ളാഹു നൽകിയ അറിവ്, ഇവയെല്ലാം നാം എങ്ങനെ ഉപയോഗിച്ചു എന്നതിന് ഓരോരുത്തരും ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ആരംഭിക്കാം. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കാം. എല്ലാ ദിവസവും കുറച്ചു സമയം ഖുർആൻ പാരായണത്തിനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനും മാറ്റിവെക്കാം. മാതാപിതാക്കളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാം. ആരെയും അന്യായമായി വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം. നമ്മളെ വേദനിപ്പിച്ചവരോട് പോലും ക്ഷമിക്കാൻ ശ്രമിക്കാം. ഈ ചെറിയ മാറ്റങ്ങൾ അള്ളാഹുവിൻ്റെ സഹായത്തോടെ നമ്മുടെ ജീവിതത്തെ വലിയ അനുഗ്രഹങ്ങളിൽ നയിച്ചേക്കാം. ഓർക്കുക, ഈ ലോകം എന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്ത ഒരു നല്ല പ്രവൃത്തി പോലും ഒരിക്കലും നഷ്ടമാകില്ല. അതിനാൽ ഇന്നു തന്നെ ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള നിയ്യത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും അവനെ കണ്ടുമുട്ടുന്ന ദിവസം സന്തോഷമുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ പോലും ദിവസങ്ങൾക്ക് മുമ്പ് തയ്യാറെടുക്കും. വസ്ത്രങ്ങൾ ഒരുക്കും, ആവശ്യമായ സാധനങ്ങൾ വാങ്ങും, എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യും. പക്ഷേ ഒരിക്കലും മടങ്ങി വരാത്ത യാത്രക്ക് എത്ര പേർ തയ്യാറെടുക്കുന്നു? ഖബർ, അതാണ് ഈ ലോകത്തിൽ നിന്ന് പരലോകത്തിലേക്കുള്ള ആദ്യ പടി. അവിടെ സ്ഥാനമാനത്തിനോ പ്രശസ്തിക്കോ സമ്പത്തിനോ ഒരു വിലയുമില്ല. അവിടെ വിലയുള്ളത് അള്ളാഹുവിനെ ഭയപ്പെട്ട ഒരു ഹൃദയത്തിനും ആത്മാർത്ഥമായി ചെയ്ത സൽക്രമങ്ങൾക്കുമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്വയം ഒരു കണക്ക് നോക്കാൻ ശ്രമിക്കൂ. ഇന്ന് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ? എൻ്റെ നമസ്കാരങ്ങളിൽ എന്തെങ്കിലും അശ്രദ്ധ വന്നോ? എനിക്ക് അറിയാവുന്ന ഒരു പാപം ഞാൻ തൗബ ചെയ്യാതെ വെച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം കണ്ടെത്തുന്ന ഒരാൾക്ക് ഓരോ ദിവസവും തൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മൾ പാപം ചെയ്യാത്ത മനുഷ്യരല്ല. എന്നാൽ തെറ്റ് ചെയ്താൽ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുന്ന മനുഷ്യരാകാൻ നമുക്ക് കഴിയും. അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ വിശാലമാണ്. ഒരു അടിമ ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഖുർആനും സുന്നത്തും പ്രത്യാശ നൽകുന്നു. അതിനാൽ ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകാൻ അനുവദിക്കരുത്. ഒരു ചെറിയ നല്ല പ്രവൃത്തി ചെയ്യുക, ഒരു ദുആ ചെയ്യുക, ഒരു തൗബ ചെയ്യുക, ഖുർആൻ ആയത്തെങ്കിലും ഓതുക. കാരണം ചിലപ്പോൾ ഒരു ചെറിയ സൽക്രമം പോലും അള്ളാഹുവിൻ്റെ അനുമതിയാൽ നമ്മുടെ പരലോക വിജയത്തിന് കാരണമായേക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ കേട്ടതിന് ശേഷം ഒരു നിമിഷമെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ വിജയം. അള്ളാഹുവിലേക്ക് മടങ്ങാൻ നാളെ കാത്തിരിക്കരുത്. കാരണം നാളെ നമ്മളെ കാത്തിരിക്കുമെന്ന് ആർക്കും ഉറപ്പില്ല. ഇന്നു തന്നെ ഒരു പുതിയ തുടക്കം കുറിക്കാം. 5 നേരത്തെ നമസ്കാരം കൃത്യമായി പാലിക്കാൻ ശ്രമിക്കാം. എല്ലാ ദിവസവും ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താം. തെറ്റുകൾക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാം. അള്ളാഹുവിനോട് ഹൃദയം നിറഞ്ഞ് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ.
അവസാന ശ്വാസം വരെ ഈമാനിൽ ജീവിക്കാനും ഈമാനോടെ ഈ ലോകത്തോട് വിട പറയാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ. ഒരുപക്ഷെ ഈ വീഡിയോ ഒരാളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന് കാരണമായേക്കാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.